ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ മൾട്ടിപ്ലെക്സർ ആൻഡ് ഡീമൾട്ടിപ്ലെക്സർ കുറിച്ച് നോക്കാം. മൾട്ടിപ്ലെക്സർ എന്ന് പറയുന്നത് സെലക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ നമ്മൾ 2n ഇൻപുട്സ് കൊടുക്കും. അതിൽ നിന്ന് ഓരോ ഔട്ട്പുട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കിട്ടും. ആൻഡ് ഇതിൽ നമ്മൾ 2n ഇൻപുട്സ് യൂസ് ചെയ്യും, n നമ്പർ ഓഫ് സെലക്ഷൻ ലൈൻസ് യൂസ് ചെയ്യും, ആൻഡ് ഓരോ ഔട്ട്പുട്ടാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ മൾട്ടിപ്ലെക്സറിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. 4/1, 8/1. ആദ്യം 4/1 മൾട്ടിപ്ലെക്സർ എടുക്കാം. 4/1 2 ആണ്. അപ്പോൾ 2 ആണ് 4. അപ്പോൾ 4 നമ്പർ ഓഫ് ഇൻപുട്സ് കാണും, പിന്നെ 2 സെലക്ഷൻ ലൈൻസ് കാണും, ആൻഡ് ഇതിൽ ഓരോ ഔട്ട്പുട്ടാണ് ഉള്ളത്. മൾട്ടിപ്ലെക്സറിൽ കോമൺലി ഓരോ ഔട്ട്പുട്ടാണ് ഉള്ളത്. നമ്മളിപ്പോൾ 2n ഇൻപുട്സ് കൊടുക്കുകയാണെങ്കിൽ n നമ്പർ ഓഫ് സെലക്ഷൻ ലൈൻസ് കാണും, പിന്നെ ഓരോ ഔട്ട്പുട്ടേ കാണത്തുള്ളൂ. ഇതിൽ ഞാൻ ഇപ്പോൾ ഇൻപുട്സ് I0, I1, I2, I3 ആയിട്ടാണ് എടുത്തേക്കുന്നത്, ആൻഡ് സെലക്ഷൻ ലൈൻസ് S1, S0 ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് Y ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ 4 ഇൻപുട്സ് ഉണ്ട്. 4 = 2 ആണ്. അതുകൊണ്ട് 2 സെലക്ഷൻ ലൈൻസ് ഉണ്ട്. ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ഇത് സെലക്ഷൻ ലൈൻ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇത് ഇൻപുട്ട് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെലക്ഷൻ ലൈൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെലക്ഷൻ ലൈൻസ് S1, S0 കൊടുത്തു, ആൻഡ് ഇതിൽ നമ്മൾ ബൈനറി ഓർഡറിൽ തന്നെ നമ്പേഴ്സ് കൊടുക്കണം. ഇപ്പോൾ 00, 01, 10, 11. ഇത് ആദ്യം 00 ഉള്ളപ്പോൾ നമുക്ക് I0 ഔട്ട്പുട്ടിൽ കിട്ടും, 01 ഉള്ളപ്പോൾ I1 കിട്ടും, പിന്നെ 10 ഉള്ളപ്പോൾ I2 കിട്ടും, 11 ഉള്ളപ്പോൾ I3 കിട്ടും. ഇതാണ് 4/1 മൾട്ടിപ്ലെക്സറിൻ്റെ ട്രൂത്ത് ടേബിൾ. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതണം. y = y നമുക്ക് ഔട്ട്പുട്ട് എപ്പോഴാണ് കിട്ടുന്നത്? S1, S0 വരുമ്പോൾ നമുക്ക് I0 ഔട്ട്പുട്ടിൽ കിട്ടും. ഇതിൽ ഓരോ ഔട്ട്പുട്ടാണ് ഉള്ളത്. ഏതർ നമുക്ക് I0 കിട്ടും, അല്ലെങ്കിൽ I1 കിട്ടും, അല്ലെങ്കിൽ I2 കിട്ടും, ഓർ I3 കിട്ടും. അപ്പോൾ നമുക്ക് I0 ഔട്ട്പുട്ടിൽ വേണമെങ്കിൽ S1 0 ആയിരിക്കണം, S1 0 ആയിരിക്കണം, S0 0 ആയിരിക്കണം. എന്നാലേ നമുക്ക് ഔട്ട്പുട്ടിൽ I0 കിട്ടത്തുള്ളൂ. നമ്പേഴ്സ് ട്രൂ ഫോമിലാണെങ്കിൽ 1 എഴുതാം, പിന്നെ കോംപ്ലിമെൻറ്റ് ഫോമിലാണെങ്കിൽ 0 ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് 0 0 ആണ്. അപ്പോൾ S1 ബാർ S0 ബാർ y = S1 ബാർ S0 ബാർ I0 പ്ലസ് S1 ബാർ S0 I1 പ്ലസ് S1 S0 ബാർ I2 പ്ലസ് S1 S0 I3. ഇതാണ് 4/1 മൾട്ടിപ്ലെക്സറിൻ്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ. ഇതിൽ നമുക്ക് ഇത് 4 ഓരോ ഔട്ട്പുട്ടേ വരത്തുള്ളൂ. ഇത് ഔട്ട്പുട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതായിരിക്കാം, ഓർ ഇതായിരിക്കാം, ഓർ ഇതായിരിക്കാം. അപ്പോൾ ഔട്ട്പുട്ട് ഇക്വേഷൻ ഇതിന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം. ഇത് 4 ഇൻപുട്ടാണ് ഉള്ളത്. I0, I1, I2, I3, പിന്നെ 2 സെലക്ഷൻ ലൈൻസ് ഉണ്ട്. അപ്പോൾ I0, I1, I2, I3 ഇവിടെ എടുത്തു. പിന്നെ സെലക്ഷൻ ലൈൻ S1, S2. ഇത് S1 ആണ്. ഈ സൈഡുള്ള ലൈന് S1 ബാറിനാണ്. പിന്നെ ഇത് S0, ഈ സൈഡുള്ളത് S0 ബാറാണ്. അപ്പോൾ ഫസ്റ്റ് വൺ S1 ബാർ S0 ബാർ I0. ഇത് S1 ബാർ, ഇത് S0 ബാർ, ഇത് I0. ഇത് ആൻഡ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് S1 ബാർ S0 I1. ഇതിനും ആൻഡ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് I2 S0 ബാർ S1. ഇതിന് ആൻഡ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് S1 S0 I3. ഇത് ആൻഡ് എടുക്കണം. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് ഓർ കൊടുത്താൽ മതി. നമുക്ക് 4/1 മൾട്ടിപ്ലെക്സറിൻ്റെ ലോജിക് ഡയഗ്രാം കിട്ടും. അതിന് ഇതേപോലെ 2/1 നമുക്ക് വരയ്ക്കാൻ പറ്റും. 2/1 2 ആണ് 2. അപ്പോൾ നമുക്ക് 2 ഇൻപുട്സ് ഉണ്ട്, ഒരു സെലക്ഷൻ ലൈൻ ഉണ്ട്, അതിൻ്റെ ഒരു ഔട്ട്പുട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം. ഇനി അതിൻ്റെ ട്രൂത്ത് ടേബിൾ ഇതിൽ S0 മാത്രമാണ് ഉള്ളത്, ഒരു സെലക്ഷൻ ലൈനാണ് ഉള്ളത്, പിന്നെ ഔട്ട്പുട്ട് ഇതാണ്. ഇപ്പോൾ സെലക്ഷൻ ലൈനിൽ 0 കിട്ടുമ്പോൾ നമുക്ക് I0 ഔട്ട്പുട്ടിൽ വരും. സെലക്ഷൻ ലൈൻ 1 ആകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ 1 കിട്ടും. ഇതിൻ്റെ ഇക്വേഷനാണ് y = S0 ബാർ I0 പ്ലസ് S0 I1. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഇത് വെച്ചിട്ട് സർക്യൂട്ട് ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഇനി ഡീമൾട്ടിപ്ലെക്സർ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കും, അതിന് 2n നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് നമുക്ക് കിട്ടും. ആൻഡ് ഇതിൽ n നമ്പർ ഓഫ് സെലക്ഷൻ ലൈൻസും കാണാം. ഒരു ഇൻപുട്ട് 2n ഔട്ട്പുട്ട്, പിന്നെ n നമ്പർ ഓഫ് സെലക്ഷൻ ലൈൻസ് കാണും. ദെൻ ഇതിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. 1/2 ഡീമൾട്ടിപ്ലെക്സർ ഉണ്ട്, 1/4 ഡീമൾട്ടിപ്ലെക്സർ ഉണ്ട്. അത് 1/1 നോക്കാം. അപ്പോൾ ഇത് 1/2 ഡീമൾട്ടിപ്ലെക്സർ ആണ്. ഇതിൽ ഒരു ഇൻപുട്ടാണ് ഉള്ളത്, അതിൻ്റെ പേര് ഞാൻ D ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ സെലക്ഷൻ ലൈൻ 1 ആണ് ഉള്ളത്, പിന്നെ ഔട്ട്പുട്ടിൽ Y0, Y1 ഉണ്ട്. അപ്പോൾ ഒരു സെലക്ഷൻ ലൈനാണ് ഉള്ളത്, അപ്പോൾ അതിന് 0, 1 കൊടുത്തു. പിന്നെ Y1, Y0 ഇത് 2 ഔട്ട്പുട്ടാണ്. ഇപ്പോൾ ഫസ്റ്റിൽ നമുക്ക് Y1 0 ആണെങ്കിൽ Y0 ഔട്ട്പുട്ട് കിട്ടും. പിന്നെ Y1 ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ Y0 0 ആയിരിക്കും. അപ്പോൾ Y0 = S ബാർ D ആൻഡ് Y1 = S × D. ഇതായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട്. ഇതായിരിക്കും നമ്മളുടെ ട്രൂത്ത് ടേബിൾ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം. ഇത് D, ഇതാണ് ഇൻപുട്ട്, ആൻഡ് ഇത് സെലക്ഷൻ ലൈനാണ്. ഇത് S, ഇത് S ബാർ. അപ്പോൾ Y0 =
എസ് ബാർ ഇൻറ്റു ഡി ആൻഡ് വൈ ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു ഡി. രണ്ട് ആൻഡ് കൊടുത്താൽ മതി. ഇതായിരിക്കും നമ്മളുടെ സർക്യൂട്ട് ഡയഗ്രാം ഫോർ 1/2 ഡീമൾട്ടിപ്ലെക്സർ. ഇനി അതേപോലെ 1/4 ഡീമൾട്ടിപ്ലെക്സർ ഉണ്ട്. ഇതിൽ ഒരു ഇൻപുട്ട് 4 ഔട്ട്പുട്ട് 2 സെലക്ഷൻ ലൈൻസ് കാണും. 2⁻2 ആണ് 4. അപ്പോൾ 4 ഔട്ട്പുട്ട്സ് ഉണ്ട്, 2 സെലക്ഷൻ ലൈൻസ് ഉണ്ട് ആൻഡ് 1 ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ 2 സെലക്ഷൻ ലൈൻസ് ഉണ്ട്. അപ്പോൾ S0 S1 എടുക്കണം ആൻഡ് അതിന് ബൈനറി ഓർഡറിൽ നമ്പറിങ് കൊടുക്കണം. പിന്നെ ഔട്ട്പുട്ട് നമുക്ക് Y3 Y2 Y1 Y0 ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് Y0യിലാണ് ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ ബാക്കിയെല്ലാം 0 ആയിരിക്കും. Y1ൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം 0 ആയിരിക്കും. Y2 ആണെങ്കിൽ Y2 മാത്രം D ആയിരിക്കും, ബാക്കിയെല്ലാം 0. Y3 ആണെങ്കിൽ Y3 മാത്രം D ആയിരിക്കും, ബാക്കിയെല്ലാം 0 ആയിരിക്കും. ഇതിൽ ഒരു ഇൻപുട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ 4 ഇതിൽ ഏതെങ്കിലും ഒരു ഇതിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ Y0യിലാണ് കിട്ടുന്നതെങ്കിൽ ബാക്കിയെല്ലാം 0 കൊടുക്കണം. Y1 ആണെങ്കിൽ അതിൽ ഔട്ട്പുട്ട് എടുത്തിട്ട് ബാക്കിയെല്ലാം 0 കൊടുക്കണം. അപ്പോൾ ഇതാണ് 1/4 ഡീമൾട്ടിപ്ലെക്സറിൻ്റെ ട്രൂത്ത് ടേബിൾ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാം. ഔട്ട്പുട്ട് Y0 ആണ് ഔട്ട്പുട്ട് വേണ്ടതെങ്കിൽ നമുക്ക് S1 ബാർ ഇൻറ്റു S0 ബാർ ഇൻറ്റു D കൊടുക്കണം. പിന്നെ Y1 ആണെങ്കിൽ S1 ബാർ ഇൻറ്റു S0 ഇൻറ്റു D കൊടുക്കണം. Y2 ആണെങ്കിൽ S1 S0 ബാർ ഇൻറ്റു D കൊടുക്കണം. ആൻഡ് Y3 ആണെങ്കിൽ S1 S0 ഇൻറ്റു D കൊടുക്കണം. ആൻഡ് ഇത് വെച്ചിട്ട് നമുക്ക് ലോജിക്കൽ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം. ആൻഡ് ഇതിൽ ആൻഡ് മാത്രം കൊടുത്താൽ മതി, ഇതെല്ലാം ഓർ കൊടുക്കേണ്ട. ഇത് D, ഇത് S1, ഇത് S1 ബാർ, ഇത് S0, ഇത് S0 ബാർ, ഇതെല്ലാം കൊടുത്തിട്ട് ഈ ഒരു ഇക്വേഷൻ വെച്ച് വരച്ചാൽ മതി. ഇതാണ് 1/4 ഡീമൾട്ടിപ്ലെക്സർ. ഇനി അതേപോലെ 1/8 ഡീമൾട്ടിപ്ലെക്സർ ഉണ്ട്. 2⁻3 ആണ് 8. അപ്പോൾ നമുക്ക് ഒരു ഇൻപുട്ടുണ്ട്, 8 ഔട്ട്പുട്ട് ഉണ്ട് ആൻഡ് 3 സെലക്ഷൻ ലൈൻസ് ഉണ്ട്. അപ്പോൾ സെലക്ഷൻ ലൈൻസ് S0 S1 S2 ആയിട്ട് കൊടുക്കാം. അതിന് നമുക്ക് ബൈനറി ഓർഡറിൽ തന്നെ നമ്പർ കൊടുക്കണം. 0 0 0 0 0 1 അങ്ങനെ കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് Y0യിൽ കിട്ടുന്നുണ്ടെങ്കിൽ Y0 മാത്രം D ഇടണം, ബാക്കിയെല്ലാം 0 ഇടണം. പിന്നെ Y1ൽ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ബാക്കിയെല്ലാം 0 ആയിരിക്കും, Y1 മാത്രം D ആയിരിക്കും. ഇതേപോലെ എല്ലാത്തിനും നമുക്ക് ആദ്യം നമ്പർ ഇടണം. എന്നിട്ട് ഇത് വെച്ചിട്ട് ഓരോ ഔട്ട്പുട്ടിൻ്റെയും ഇക്വേഷൻ എഴുതണം. Y0 ഈക്വൽ ടു ഇതിന് S2 ബാർ S1 ബാർ S0 ബാർ ഇൻറ്റു D. അതേപോലെ Y1 ഇസ് ഈക്വൽ ടു S2 ബാർ S1 ബാർ ഇൻറ്റു S ഇൻറ്റു D. ഇങ്ങനെ ഓരോന്നും ഇതുപോലത്തെ ഇക്വേഷൻ എഴുതണം. ഇത് ഞാൻ ഡിറൈവ് ചെയ്ത ഇതേ ഇക്വേഷൻസ് ആണ്. ഇനി ഈ ഇക്വേഷൻ വെച്ചിട്ട് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. ഇത് ഡിയുടെ ലൈനാണ്. ഇത് S2, ഈ സൈഡുള്ളത് S2 ബാർ, ഇത് S1, ഈ സൈഡുള്ളത് S1 ബാർ, ഇത് S0, ഈ സൈഡുള്ളത് S0 ബാർ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്തില്ലേ, ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് ഇവിടെ ഡയഗ്രാംസ് വരച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോസിൽ മൾട്ടിപ്ലെക്സർ വെച്ചിട്ട് കോമ്പിനേഷണൽ സർക്യൂട്ട്സ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് നോക്കാം. താങ്ക്